അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വന്നിരിക്കുന്നത് അൺബോക്സിംഗ് ഒന്നായിട്ടല്ല, ഒരു കാറിൻ്റെ ഇൻറ്റീരിയറിൻ്റെ റിവ്യൂവിനെ കുറിച്ചാണ്. ഞാൻ ഈ അടുത്ത് നമ്മുടെ ഹോണ്ടയുടെ സിവിക്കിൻ്റെ ഉള്ളിൽ കയറി. ഞാൻ നമ്മൾ സിറ്റിയുടെയും അതുപോലെ തന്നെ അമേസിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര വ്യത്യാസമായിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ ഒരു ഡിസൈൻ ചെയ്തിരുന്നത്. അന്ന് 2009 മോഡലാണ് ഞാൻ ചെയ്യാൻ പോണ വണ്ടിയുടെ ഇൻറ്റീരിയർ. ഭയങ്കര വ്യത്യാസം, അതായത് കുറേ ടെക്നോളജിയും കുറേ അടയ്ക്കാനുള്ള ബോക്സും അങ്ങനെ ഭയങ്കര വ്യത്യാസം ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൂടി ഞാൻ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അതിനെക്കുറിച്ച്. അപ്പോൾ നമുക്ക് വീട്ടിൽ പോകുന്ന മുമ്പ് നിങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടുള്ള ബെല്ലൈക്കൺ തന്നെ ചെയ്യാം. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകും. അപ്പം നമുക്ക് ഓരോ സ്റ്റെപ്പായിട്ട് ഞാൻ ഓരോ ഭാഗങ്ങൾ കാണിച്ചു തരാം തുറക്കും തന്നെ. അപ്പം നമ്മുടെ ഫസ്റ്റ് നമ്മുടെ ഡോർ വരുന്നത്, ഡോർ മൊത്തം ലെതർ സ്ട്രിപ്പ് പോലെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഡോറിന് മറ്റേ എല്ലാം പവർ വിൻഡോകളാണ്, അതിനുള്ള കൺട്രോളോട് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്പീക്കറിന്റെ ഭാഗം നമ്മുടെ സാധാ കാറിന്റെ പോലെ തന്നെ സ്പീക്കറിന്റെ ഭാഗം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ലക്ഷറി ലുക്ക്, നല്ല മൾട്ടി കളർ ആയിട്ടാണ് എൻ്റെ ഡോർ അവർ ഡിസൈൻ ചെയ്തിരുന്നത്. ഈ ഡോറിന് തന്നെയാണ് അവരുടെ മിറർ വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് പറയാനുള്ളത് ഇതിന്റെ ലെഗ് സ്പേസ് ആണ്, രണ്ട് സൈഡിലുള്ളത്. അതുപോലെ തന്നെ ബാക്കിലായാലും ഭയങ്കര നീട്ടമുണ്ടല്ലോ, അതായത് നമുക്ക് കാലൊക്കെ സുഖമായിട്ട് നീട്ടി വെക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിന്റെ ലെഗ് സ്പേസ് ഒക്കെ സെറ്റ് ചെയ്തത്. അത്യാവശ്യം നല്ല വണ്ടി ശരിക്കും നമുക്ക് കയറുമ്പോൾ നമുക്ക് ശരിക്കും ഇരുന്ന് പോയി വണ്ടിയുടെ അകത്ത് ശരിക്കും താഴ്ന്ന ലെവലാണ് വണ്ടി ഡിസൈൻ ചെയ്തത്. അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. സാധാരണ അതുപോലെ തന്നെ ഫ്രണ്ടിലേക്കും അതുപോലെ തന്നെ ബാക്കിലെ സീറ്റിംഗ് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ നോക്കണമെങ്കിൽ ഇത് ഡാഷ്ബോർഡ്. ഇതിന്റെ ഡാഷ്ബോർഡ് പ്രത്യേകത വെച്ചാൽ ഭയങ്കര നീട്ടത്തിലാണ് ഡാഷ്ബോർഡ് സെറ്റ് ചെയ്തത്. കണ്ടാ നമ്മുടെ കൈ പോലും അകലേക്ക് എത്താത്തിരി പറഞ്ഞു അതുപോലെയാണ് ഡാഷ്ബോർഡ് സെറ്റ് ചെയ്തത്. അതുപോലെ തന്നെ ഡാഷ്ബോർഡിന്റെ അകലായിട്ട് ഒരു സ്പീക്കർ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ചെറിയ എയർ കൂളറിന്റെ ചെറിയ ഹോളുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ സാധാ AC അങ്ങനെ വരുന്നത്, രണ്ട് സൈഡിൽ ഡുവൽ AC ആണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ബോക്സ് ആയാലും അത്യാവശ്യം സാധനങ്ങളൊക്കെ വയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള വലിയൊരു ബോക്സ് വരുന്നുണ്ട്. പിന്നെയെന്ന് പറയുന്നത് നമ്മുടെ ഈ കൈ വയ്ക്കുന്ന ഭാഗമുണ്ട്, ഇവിടെ അത്യാവശ്യം നല്ല വലിയ രീതിയിലാണ് ഡിസൈൻ ചെയ്യുന്നത്. നമ്മുടെ രണ്ടുപേർക്കും, അതായത് ഡ്രൈവർക്കും അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഇരിക്കുന്ന ആൾക്കും രണ്ടും ഒരുമിച്ച് കൈ വയ്ക്കുന്ന രീതിയിലാണ് ചെയ്തത്. അതുപോലെ നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് ഇതിനകത്ത് സാധനങ്ങൾ വെക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇവിടെ USB പോർട്ട് വരുന്നത്. ഇൻബിൽഡ് ഉള്ളതല്ല തന്നെ, വേറെ സെപ്പറേറ്റ് വെച്ചെന്താന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റിയ വലിയൊരു ബോക്സ് കൊണ്ട് വരുന്നുണ്ട്. നമ്മുടെ ഹാൻഡ് റെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഇത് മൂവബിൾ ആണ്. ഇപ്പോൾ രണ്ടുപേർക്കും കൈ ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും രണ്ടുപേർക്കൊക്കെ. പിന്നെ നമ്മൾ വീടിന് താഴത്തേക്ക് നോക്കണമെങ്കിൽ ഇവിടെ ഒരു ചെറിയൊരു ബോക്സ് വരുന്നുണ്ട്. അതായത് നമ്മുടെ ചായ ഗ്ലാസ് ഒക്കെ വെക്കാൻ വേണ്ടിയ രീതിയിലുള്ള രണ്ട് ബോക്സ് ഉണ്ട്. കുപ്പി വേണമെങ്കിൽ വെക്കാം. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ ഇത് നമ്മൾ ഈ ചായക്ക് വെക്കുമ്പോൾ മറിഞ്ഞു കൊണ്ടിരിക്കാൻ വേണ്ടി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു രണ്ട് പോർഷൻ വരും. അതായത് നമുക്ക് കൃത്യം നമ്മുടെ കപ്പിനകത്ത് കയറ്റി വയ്ക്കുന്ന രീതിയിലുള്ള ഒരു ഭാഗം വരും. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് വേണമെങ്കിൽ ഇത് അഡ്ജസ്റ്റ് ഇങ്ങനെ വെക്കാൻ പറ്റും. ഇപ്പോൾ രണ്ട് ഗ്ലാസ് വെക്കുന്ന രീതിയിൽ ഗ്ലാസ്സോ കുപ്പി എന്നിട്ട് നമുക്ക് വെക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ ഇതിനകത്ത് വെക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് അടച്ചിടാൻ വേണമെങ്കിൽ ഇതുപോലെ ഇവിടെ കവർ ചെയ്യാൻ പറ്റും, മോൾ ഭാഗം അടയ്ക്കാൻ പറ്റും. അങ്ങനെ ഒരു പ്രത്യേകത. അതുപോലെ തന്നെ ഇവിടെയും ചെറിയൊരു ബോക്സ് വരുന്നുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും ഇടണമെങ്കിൽ ഇത് മിഠായോ അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഒരു ബോക്സ് വരുന്നുണ്ട്. ഡ്രൈവർ സീറ്റിലേക്ക് വരണമെങ്കിൽ പറയാനുള്ളത്, ഇനി നമ്മുടെ ഗിയറിലേക്ക് വരണമെങ്കിൽ ചെറിയൊരു ഗിയർ ലിവർ കൊടുത്തത്, അതായത് നമ്മുടെ കയ്യിൽ സുഖമായിട്ട് ഇങ്ങനെ പിടിക്കാൻ പറ്റുന്ന രീതിയിലാണ്. അതായത് നമുക്കിവിടെ നമ്മൾ പറഞ്ഞ ഹാൻഡ് റെസ്റ്റുമെന്ന് സുഖമായിട്ട് ഇങ്ങനെ പിടിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ഗിയർ ഡിസൈൻ ചെയ്തത്. നല്ല സ്മൂത്ത് ഗിയറിനൊക്കെ ഡിസൈൻ ചെയ്തത്. അതുപോലെ 5 സ്പീഡാണ് സാധാരണ നോർമൽ പോലെ തന്നെ 5 സ്പീഡ് ഗിയറിന് വരുന്നത്. പിന്നെ നോക്കണമെങ്കിൽ ഹാൻഡ് ബ്രേക്ക്. ഇതിന്റെ ഹാൻഡ് ബ്രേക്ക് എന്ന് പറയുന്നത് ഭയങ്കര വ്യത്യാസമാണ്. നമ്മുടെ സാധാരണ കാറുകളിലൊക്കെ ഹാൻഡ് ബ്രേക്ക് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വലിക്കലാണ് ചെയ്യാറ്, സാധാരണ ഒരു പ്രത്യേകമുള്ളതായിരിക്കും. ഇതിന്റെ ഹാൻഡ് ബ്രേക്ക് എന്ന് പറയുന്നത് ഭയങ്കര വ്യത്യാസം എന്താകണ്ടോ. ഇതുപോലെ തന്നെ ഇങ്ങനെയാണ് ഇതിന്റെ ഹാൻഡ് ബ്രേക്ക്. ഇത് ഇത്ര ഉള്ളൂ ഇതിന്റെ ഹാൻഡ് ബ്രേക്ക് സെറ്റപ്പ്. നമ്മൾ താഴത്ത് നിന്ന് വലിക്കൊന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഗിയറിന്റെ സൈഡിൽ തന്നെ ഹാൻഡ് ബ്രേക്ക് വന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ നോക്കണമെങ്കിൽ വീണ്ടും ഒരു ബോക്സിൽ വരുന്നുണ്ട് ഇവിടെ. അത് തന്നെ നമ്മൾ ഇനി സാധനം ഇവിടെ വെച്ചിട്ട് ഇനി തികഞ്ഞില്ലെങ്കിൽ വീണ്ടും ഇവിടെ വെക്കാൻ രീതിയിലുള്ള വീണ്ടും ഒരു ചെറിയൊരു ബോക്സിലൂടെ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും ഇടാനോ അങ്ങനെ ചെറിയൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഇതുപോലെ അടച്ചു വെക്കാൻ രീതിയിലുള്ള കവറിങ്ങും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഡാഷ്ബോർഡിലേക്ക് നോക്കണമെങ്കിൽ ആദ്യം തന്നെ വരുന്നത് AC കൺട്രോളിങ്, അതായത് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വരുന്നത്. നമ്മുടെ പുറത്ത് ചൂട് കൂടുതൽ തണുപ്പ് എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് കൺട്രോൾ ചെയ്തോളും. നമ്മുടെ ബട്ടൺ ഉണ്ട് ഓട്ടോ എന്ന് ജസ്റ്റ് നമ്മൾ ഓട്ടോ നെക്കി വിട്ടാൽ ഉള്ളിലുള്ള ചൂട് അനുസരിച്ച് അത് കൺട്രോൾ ചെയ്തോളും തണുപ്പൊക്കെ. പിന്നെ വരുന്നത് നമ്മുടെ മ്യൂസിക് സിസ്റ്റം പണ്ടത്തെ 2009 മോഡലാണ്. അതുപോലെ തന്നെ പെൻഡ്രൈവ് കുത്താനുള്ള ഓപ്ഷൻ ഒന്നും ഇതിനകത്തില്ല. സാധാരണ ഒരു നോർമൽ ടച്ച് സ്ക്രീൻ അങ്ങനെ ആൻഡ്രോയിഡ് സെറ്റപ്പ് ഒന്നല്ല, സാധാരണ ഒരു നോർമൽ ടൈപ്പാണ് വന്നത്. അത് വോളിയം ഇങ്ങനെ റൊട്ടേറ്റിങ് അതുപോലെ തന്നെ അത് സാധാ ഒരു നോർമൽ സെറ്റപ്പാണ് ചെയ്തിട്ടുള്ളത്. അത് തൊട്ടപ്പുറത്ത് തന്നെ AC തന്നെ ഡുവൽ AC ഇപ്പുറ സൈഡിൽ വരുന്നത് ഡുവൽ AC തന്നെയാണ്. ഡുവൽ എയർ ബാഗ് സിസ്റ്റം വരുന്നത് 2009 മോഡൽ വണ്ടിയാണ്. എന്നാലും ഇതിനകത്ത് എയർ ബാഗ് ഒക്കെ ഒരു ഇൻബിൽഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന്റെ സ്റ്റിയറിംഗിന്റെ ഭാഗത്തേക്ക് വരാം. സ്റ്റിയറിംഗിന്റെ ഭാഗത്തേക്ക് വരണമെങ്കിൽ ഇത് ടെലിസ്കോപ്പിക് സ്റ്റിയറിംഗ് ആണ്. അതായത് നമ്മൾ ഇപ്പോഴത്തെ വണ്ടി മോഡൽ പോലെ തന്നെ
നമുക്ക് സ്റ്റിയറിംഗ് മുകളിലേക്കും താഴത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഇരിക്കുന്ന ആൾ ചെറുതാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് നീക്കാനും അതുപോലെ തന്നെ ബാക്കിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും ഒരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോഴത്തെ എല്ലാ വണ്ടികളും ഓപ്ഷൻ ഉണ്ട്. നമ്മൾ പറയുന്നത് പഴയ മുള്ള വണ്ടിയിലും അവർ ഈ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ലോക്ക് ചെയ്യാൻ സാധ്യതയുള്ള പോലെ തന്നെ ജസ്റ്റ് ഇങ്ങനെ ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ചെറിയൊരു കയ്യിൽ ഒതുങ്ങുന്ന അത്യാവശ്യം വലിപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ലൊരു ചെറിയൊരു സ്റ്റിയറിംഗ് സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ സാധാ വണ്ടിയുള്ള പോലെ തന്നെ ഇതുമ്പോൾ തന്നെ ഹോണും എയർ ബാഗൊക്കെ ഇതുമ്പോൾ തന്നെയാണ്. ഒരു നെറ്റ് ടൈപ്പിന് ഡിസൈനൊക്കെ ചെയ്തിട്ടുള്ളത് ഇവിടെ കാണാൻ പറ്റും. നമുക്ക് കുറേ നെറ്റ് ടൈപ്പിന് ചെയ്തത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കുറേ സാധാ വണ്ടിയുള്ള പോലെ തന്നെ ബൾബിൻ്റെ സ്വിച്ചുകളും ഇപ്പോൾ നമ്മുടെ വൈപ്പറിൻ്റെ സ്വിച്ചും അതുപോലെ തന്നെയാണ് വന്നിട്ടുള്ളത്. അത് ഇവിടെ നോക്കണമെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല നീട്ടുണ്ടെന്നെ. ശരിക്കും ഇവിടെ ഇരിക്കുന്ന ആൾക്ക് ശരിക്കും ഫ്രണ്ട് കാണാൻ പറ്റില്ല, അങ്ങനെ ഒരു ഡിസൈൻ. അത് നമുക്ക് ഓടിച്ച് പരിചയമുള്ളവർക്കാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. പക്ഷേ പുതിയതായിട്ട് ഓടിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇച്ചിരി പാടായിരിക്കും ഓടിക്കുക. എന്ന് വെച്ചാൽ ഭയങ്കര നീട്ടുണ്ട്. ഒന്നാമത് ഡാഷ്ബോർഡ് ഭയങ്കര നീട്ടം, അതുപോലെ തന്നെ ഫ്രണ്ടിലുള്ള ബോണറ്റും ഭയങ്കര നീട്ടം. പിന്നെ നമ്മുടെ ഡാഷ്ബോർഡിൻ്റെ അറ്റത്ത് ഇവരെ മീറ്റർ വെച്ചിട്ടുണ്ട്. ഡിജിറ്റൽ മീറ്ററും ഉണ്ട്, താഴെ തന്നെ അനലോഗ് മീറ്ററും ഉണ്ട്. നമ്മുടെ ഡിജിറ്റൽ മീറ്ററിനാണ് നമ്മുടെ സാധാ ഓപ്ഷൻ. നമ്മുടെ ഫ്യൂവൽ മീറ്ററും വരുന്നുണ്ട്. ഇപ്പുറത്ത് തന്നെ നമ്മുടെ RPM മീറ്ററും വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ താഴത്തെ മീറ്റർ മേലും നമ്മുടെ സാധാ നമ്മുടെ സ്പീഡും അതുപോലെ തന്നെ എത്ര കിലോമീറ്റർ ഓടി ട്രിപ്പിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ അനലോഗ് മീറ്ററും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറേ വാണിങ്ങിൻ്റെ കുറച്ച് സാധനങ്ങൾ, ബാറ്ററിയുടെയും ഓയിലിൻ്റെയും ഡോറിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ഹാൻഡ് ബ്രേക്ക് സാധാ ഉള്ള പോലെ തന്നെ നമ്മുടെ സാധാരണ വണ്ടീനെ പോലെ തന്നെ ഈ സ്വിച്ചുകൾ ഇവിടെയല്ല വരുന്നത്. നമ്മുടെ സാധാരണ വണ്ടി ടൈം അഡ്ജസ്റ്റ് ചെയ്യാനും ട്രിപ്പ് അഡ്ജസ്റ്റ് ചെയ്യാനും സ്വിച്ചൊക്കെ വരാറുണ്ടല്ലോ. അത് ഈ വണ്ടിയുടെ ഇത് അവിടെയല്ല വരുന്നത്. ഇപ്പുറത്തെ സൈഡിൽ വേറെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, സെലക്റ്റിൻ്റെയും റീസെറ്റും അതുപോലെ തന്നെ ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വണ്ടി ഇവിടെയും ഡ്യുവൽ AC തന്നെയാണ്. അതുപോലെ ഫ്രണ്ട് ഭാഗത്ത് തന്നെ 4 AC ഉണ്ട്. അത് നോക്കണമെങ്കിൽ സാധാ വണ്ടിയുടെ പോലെ തന്നെ സാധാരണ നോർമൽ സൺസൈഡ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൽ തന്നെ മിററിന്റെ ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ ഇവിടെ വരുന്നത് ഓപ്ഷൻ എന്ന് പറയുന്നത് മിറർ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഓപ്ഷൻ. അതായത് നമ്മുടെ മിറർ ഇപ്പോൾ ഓപ്പൺ ആയിരിക്കണമെങ്കിൽ നമ്മുടെ ഇടയിൽ പാർക്ക് ചെയ്യണമെങ്കിൽ ഇപ്പോൾ റോഡ് സൈഡിൽ പാർക്ക് ചെയ്യണമെങ്കിൽ സാധാരണ നമ്മൾ എന്തായാലും പുറത്തിറങ്ങിയിട്ട് ജസ്റ്റ് ഇങ്ങനെ മിറർ തള്ളിലേക്ക് വെക്കാറ് സാധാരണ പഴയ വണ്ടികളിലൊക്കെ. ഈ വണ്ടിയിലാണെങ്കിൽ ഇവിടെ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ബട്ടൺമേൽ നിൽക്കിയാൽ ഓട്ടോമാറ്റിക്കലായിട്ട് ആ മിറർ തന്നെ അടയുവാനും അതുപോലെ തന്നെ വീണ്ടും ആ ബട്ടൺമേൽ നിൽക്കിയാൽ തിരിച്ചു പോകാനും ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബാക്കിൽ മിറർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്കിൽ ആളുടെ മിറർ അഡ്ജസ്റ്റ് ചെയ്യാനും അങ്ങനെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ലെഫ്റ്റ് ഏത് മിറർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ ആ മിററിൻ്റെ ഉള്ള ബട്ടൺ ഇപ്പോൾ റൈറ്റ് കൊടുത്ത് റൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ ലെഫ്റ്റ് ആണെങ്കിൽ ലെഫ്റ്റിലേക്ക് നീക്കിയിട്ടിട്ട് ലെഫ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പവർ വിൻഡോ ലോക്ക് ചെയ്യാൻ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സെൻറ്റർ ലോക്കിൻ്റെ പിന്നെ 4 വിൻഡോകളുടെയും ഓരോരോ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ വീണ്ടും ഇവിടെ ചെറിയൊരു ഹോൾ പോലെ ഭാഗം ഇങ്ങനെ കൈ പിടിക്കാനൊരു ഭാഗം കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ അടിഭാഗത്തായാലും ഇവിടെ ഒരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ വണ്ടിയിൽ വരുന്നത് 4 സ്പീക്കർ വരുന്നുണ്ട്. അതായത് നമ്മുടെ 4 ഡോറുമേയും 4 സ്പീക്കർ സിസ്റ്റം വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഡാഷ്ബോർഡിന്റെ അറ്റത്തും ഈ അറ്റത്തും സ്പീക്കർ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പിന്നിലും 2 സ്പീക്കർ വരുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ ഒരു 8 സ്പീക്കറത്തോളം ഈ വണ്ടി വരുന്നുണ്ട്. ഇൻബിൽഡ് സ്പീക്കർ അല്ല, നമ്മൾ എക്സ്ട്രാ കയറ്റുന്നതല്ല, ഓൾറെഡി കമ്പനി തന്ന സ്പീക്കർ തന്നെയാണ് ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഫ്രണ്ട് ഭാഗത്ത് തന്നെ കാര്യം എന്ന് പറഞ്ഞാൽ വരുന്നത്. പിന്നെ നമ്മുടെ ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ബാക്കിലും ഇഷ്ടംപോലെ ലെഗ് സ്പേസ് ഉണ്ട് കേട്ടോ. അതായത് കാലൊക്കെ സുഖമായിട്ട് വെക്കാം, നല്ല ധാരാളം സ്പേസ് ഉണ്ട്. ഇപ്പോൾ വലിയ വലിയ ആൾക്കാരായാലും സുഖമായിട്ട് കാല് വയ്ക്കാൻ പറ്റും. അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു ബാക്കിൽ ഒരു 4 പേർക്ക് ഇരിക്കാൻ പറ്റും. അതിനുള്ള സ്പേസ് ഉണ്ട്, ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. വലിയ സീറ്റ് കൊടുത്തിരുന്നത് ഫുൾ ലെതറിൻ്റെ സീറ്റാണ് കൊടുത്തിരുന്നത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ നല്ല സ്പേസ് ഉണ്ട് ഇവിടെ. കണ്ടാൽ മനസ്സിലാവും നല്ല സ്പേസ് ഉണ്ടെന്ന്. പിന്നെ നമ്മുടെ വണ്ടിക്ക് സാധാ വണ്ടിയുള്ള പോലെ തന്നെ ഇവിടെ സീറ്റ് ബെൽറ്റ് വരുന്നുണ്ട്. ഇവിടെ 3 പേർക്കുള്ള സീറ്റ് ബെൽറ്റ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ സാധാ വണ്ടിയുടെ തന്നെ കായ് വെക്കാൻ ഭാഗമുള്ള ഒരു ഭാഗം വരുന്നുണ്ട്. ഇതിന്റെ പ്രത്യേകത പറയുമ്പോൾ തന്നെ വേറെ പ്രത്യേകത ഉണ്ട്. അതായത് ഇവിടെ ഒരു ഭാഗം വരുന്നുണ്ട്. അതായത് നമുക്ക് ഇവിടെ ഓപ്പൺ ചെയ്യാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഗ്ലാസും വെക്കാം. അതുപോലെ തന്നെ മ്യൂസിക് ഇവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ഫ്രണ്ടിലെ സ്റ്റീരിയോന്റെ മോഡ് ഇവിടെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഏത് മോഡെന്ന് വെച്ചാൽ ആ മോഡ് ചേഞ്ച്. ഇപ്പോൾ നമുക്ക് ഓക്സ് മോഡെങ്കിൽ ഓക്സ് മോഡോ അതായത് CD മോഡെങ്കിൽ CD മോഡോ റേഡിയോ മോഡോ അങ്ങനെ ഏത് മോഡോ മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ നെക്സ്റ്റ് അടിക്കാനും പ്രിവെന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ വോളിയം കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ സെറ്റപ്പ് വരുന്നുണ്ട്. അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് വരുന്നുണ്ട്. 5.7 എൻ്റെ ഹൈറ്റ് വരുന്നത്. ഇപ്പോൾ ഒരു 6 അടിക്കാർക്കൊക്കെ സുഖമായിട്ട് തിരിക്കാൻ പറ്റും. ഹെഡ് തല മോളിൽ മോളിൽ മുട്ടില്ല, അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് ഉണ്ട് മുകളിലേക്ക്. അതുപോലെ തന്നെ കാല് വെക്കുന്ന ഭാഗമായാലും നല്ല ലെഗ് സ്പേസ് ഉണ്ട്, കാലൊക്കെ സുഖമായിട്ട് വെച്ചിരിക്കാൻ പറ്റും. അതുപോലെ തന്നെ റൂഫിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ റൂഫിൽ തന്നെ ഇപ്പുറത്ത് ലൈറ്റ് വരുന്നുണ്ട്. നേരത്തെ ഫ്രണ്ടിൽ വരുന്ന പോലെ തന്നെ ഇവിടെ തന്നെ സ്വിച്ചുമ്പോൾ ലൈറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ പിടിക്കാനുള്ള ഭാഗവും അതുപോലെ തന്നെ സെൻറ്ററിലും ഒരു ലൈറ്റ് വരുന്നുണ്ട്. അങ്ങനെ ആ സൈഡിലും ലൈറ്റ് വരുന്നുണ്ട്. ഇപ്പോൾ ഓവറോൾ പറയുകയാണെങ്കിൽ വണ്ടി ശരിക്കും നമുക്കൊരു ലക്ഷറി വണ്ടി പോലെ. അതുപോലെ ഉള്ളിൽ ഭാഗമായാലും എല്ലാവരും ഒരു ലക്ഷറി വണ്ടിയുടെ പോലെ തന്നെ ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട്. 2009 മോഡൽ വണ്ടിയാണ്. അതിൻ്റെ ഉള്ളിലെ ഭാഗത്താണ് നിങ്ങൾ കാണുന്നത്.
മാത്രം ഡിസൈനൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ അമേസിന്റെയും സിറ്റിയുടെ അധികം ചെയ്തിട്ടില്ല. സിവിക്കിന് ഏറ്റവും കൂടുതൽ ചെയ്തത്. പിന്നെ സിവിക്കിനെ കുറിച്ച് പറയാൻ നിങ്ങൾക്ക് അറിയാലോ, നല്ല പവറുള്ള വണ്ടി. നമ്മൾ ജസ്റ്റ് ഒന്ന് കാല് കൊടുക്കുമ്പോഴേക്കും നല്ല പോക്കുകളും വണ്ടി. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പൊ ആൾക്കാർ കൂടുതലും ഈ സിവിക്കുമ്പോൾ മോഡിഫൈ ചെയ്ത് ഇറക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് സെറ്റപ്പുകളൊക്കെ ഈ വണ്ടിക്ക് ഉണ്ട്. പിന്നെ എന്നെ വരുന്നത് ഡുവൽ സൈലൻസർ വരുന്നത്. നമുക്ക് ഉള്ളിലിരിക്കുമ്പോൾ തന്നെ ഒരു മൂളച്ചായിരിക്കും വണ്ടിക്ക്. ഇപ്പോഴത്തെ സൂപ്പർ കാറിനുള്ള പോലെ തന്നെ നല്ലൊരു മൂളച്ചാലിന്റെ സൗണ്ടൊക്കെ വന്നത്. മൊത്തത്തിൽ വണ്ടി നല്ല അടിപൊളി വണ്ടിയാണ്. അപ്പൊ ഇത്രയ്ക്കൊക്കെ ഉള്ളു നമ്മുടെ വണ്ടിയുടെ ഇന്റീരിയറിനെ കുറിച്ച് പറയാൻ. ഇപ്പൊ നിങ്ങൾ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും 2009 മോഡൽ വണ്ടിയിൽ ഇത്രയൊക്കെ സെറ്റപ്പ് ഒക്കെ. ഇപ്പൊ നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് വണ്ടിക്ക് എടുക്കുകയാണെങ്കിൽ നല്ല വണ്ടിയായിരിക്കും, നല്ല പവർ ഉണ്ട്, നല്ല എല്ലാവർക്കും ഒരു യാത്ര ചെയ്യാൻ പറ്റിയ നല്ലൊരു വണ്ടിയാണ്. അതുപോലെ ഒരു ലക്ഷറി ലുക്കൊക്കെ ഉണ്ട്, നല്ല സൂപ്പർ വണ്ടിയാണ്. ഇപ്പൊ 2019 എഡിഷൻ ഇറങ്ങാൻ പോകുന്നുണ്ട്, ഈ അടുത്ത് ഇറങ്ങുന്നുണ്ട്. ഇപ്പൊ ന്യൂസൊക്കെ ഉണ്ടായിരുന്നു ഇറങ്ങാൻ പോകുന്നുണ്ടെന്ന്. ഇതിപ്പോ നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും വണ്ടികൾ റിവ്യൂ ചെയ്യണമെങ്കിൽ നമുക്കൊന്ന് കമന്റ്, ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്താൽ നമുക്ക് ആ വണ്ടിയുടെ കിട്ടണമെങ്കിൽ നമുക്ക് അതിന്റെ റിവ്യൂ ചെയ്താം. ഇപ്പൊ നമ്മൾ എന്നും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇതിൽ നല്ല വീഡിയോകളും അൺബോക്സിംഗ് ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ബൈ.